വെൽക്കം ബാക്ക് ടു അദ്വൈത് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ ഗായ്സ്, ഇന്ന് നമ്മളെ എന്താ പറയുക 6ാമത്തെ ലോങ് വീഡിയോ ചാനലിൻ്റെ ദിവസമാണ്. ഓക്കെ, ഇന്ന് നമുക്ക് മെയിനായിട്ട് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം നമ്മളെ മെയിനായിട്ടുള്ള ടോപ്പിക് ഡെയിലി പറയുമ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ടോപ്പിക്കിൽ കിടക്കുകയാണ്. നമ്മളെ ടോപ്പിക് ഈസ് ഓക്കെ. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മൾ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. നമ്മൾ നോർമലി നമ്മളെ സൗണ്ടിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സൗണ്ടിന് നമ്മൾ എന്താ പറയുക, നമ്മൾ അടുത്തൊരു വീഡിയോ മുതൽ നമ്മൾ അതിൻ്റെ ഒരു ചെറിയ മൈക്ക് പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ മെയിനായിട്ട് എന്താ പറയുക, ഈ പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ നോർമലി എല്ലാവരും കൂടുതലായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ വലിയ വലിയ കാര്യങ്ങളായിക്കോട്ടെ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു പ്ലാനും ചെയ്യാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്താ പറയുക, അങ്ങനെ പലതരം പ്ലാനിങ്സ് നമ്മളെ മുന്നിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവാം. നിങ്ങളൊക്കെ ഫ്രണ്ട് സർക്കിളിലായാലും നിങ്ങളെ ഫാമിലിയിലായാലും ഈ പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം നല്ലൊരു പ്രവണതയാണ്. പ്ലാനിങ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോപ്പറായിട്ട് തന്നെ നടന്നു പോകും. ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, അധികം ഇതിൽ നെഗറ്റീവ് സൈഡ്സാണ് അധികം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പ്ലാനിങ്ങിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്ലാനിങ് ചെയ്യുന്ന ആളാണെങ്കിലും പ്ലാനിങ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണെങ്കിലും മീൻസ് ആ ഒരു കറക്റ്റ് കോർഡിനേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു നമ്മൾ മനസ്സിൽ വിചാരിച്ചൊരു സംഭവം എന്താണോ അത് കൃത്യമായിട്ട് അത് നടത്തിപ്പെടാൻ സാധ്യപ്പെടുത്തിയെന്ന് വരില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ ആ ഒരു പ്ലാനിങ് ഉദ്ദേശിക്കുമ്പോൾ ജസ്റ്റ് ആ ഒരു തീരുമാനം എടുക്കൽ മാത്രമല്ലാണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് ഷെഡ്യൂൾ കറക്റ്റ് ടൈമിൽ ആ ഒരു സംഭവം അവിടെ നടന്നിരിക്കണം എന്നുള്ള ആ ഒരു ഡിസിഷൻ എല്ലാവരെയും ജസ്റ്റ് ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുന്ന ഒരു ഡിസിഷൻ ആണെങ്കിൽ ആ ഡിസിഷനിൽ എല്ലാവരെയും ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ രീതിയിൽ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലാനിങ് ചെയ്ത് പോകുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേ ആണ്. പ്ലാൻ ചെയ്ത് തന്നെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക കൃത്യമായിട്ട് ആ ടൈമിൻ്റെ ഉള്ളിൽ നമുക്കത് ചെയ്യാൻ കഴിയുന്നത് ആ നല്ലൊരു പെർഫെക്റ്റ് പ്ലാനിങ് ഉള്ളതുകൊണ്ട് തന്നെയാണ് മാത്രമാണ്. അപ്പോൾ പ്ലാനിങ് ഒരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല. പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു രീതിയിൽ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഒരു ഡബിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്ലാനിങ്ങിൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ വിശ്വസിക്കുക. നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളെന്താ പറയുക അവരുടെ ഷെഡ്യൂൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. കോർഡിനേഷൻ ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനിങ്ങിൽ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ആ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിരിക്കും ഈ ഒരു പ്ലാനിങ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ എത്രത്തോളം അത് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യുന്നു എന്ന് ആശ്രയിച്ചിരിക്കുക ആ പ്ലാനിങ് കോർഡിനേഷൻ ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ആ കോർഡിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാനിങ്ങിൽ. അപ്പോൾ എന്താ പറയുക, നമ്മൾ പ്ലാനിങ് കൃത്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ കോർഡിനേറ്റ് ചെയ്യുന്ന ആൾ കൃത്യമായിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു വേ ആണ് ഈ പ്ലാനിങ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ളത്. അല്ലാത്ത കുറച്ച് ടീമുകളുണ്ട് ഒരു പ്ലാനും ചെയ്യാതെ ഡയറക്റ്റ് സംഭവം ചെയ്തിട്ട് പിന്നെ എന്താ പറയുക അതിൽ വരുന്നിടത്ത് വെച്ച് കാണാനുള്ള രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതും നടപ്പിലാണ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് സത്യം പറഞ്ഞാൽ അത് പ്രോപ്പറായിട്ടുള്ളൊരു വേ അല്ല. നമ്മളത് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. പക്ഷേ തീരെ പറ്റാത്തൊരു സിറ്റുവേഷനിലൊക്കെ നമ്മളും പലപ്പോഴും ആ രീതിയിൽ ചെയ്യാറുണ്ട്. മീൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്തിടും. പക്ഷെ അത് സത്യം പറഞ്ഞാൽ വേസ്റ്റ് ഓഫ് ടൈമാണ്. പിന്നെ അത്രയും പ്രോപ്പറായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എപ്പോഴും സാധ്യമായതും വരില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, രണ്ടും കൂടെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്കിപ്പോൾ അഥവാ തീരെ പറ്റുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നമ്മൾ ആ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യുക. പിന്നെ അതിൽ നിന്ന് പെർഫെക്റ്റാക്കി നമ്മൾ ആ ഒരു ചെയ്യാൻ വിചാരിച്ച കാര്യം ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. നമ്മൾ ചെറിയ കാര്യമായിക്കോട്ടെ വലിയ കാര്യമായിക്കോട്ടെ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക. ജസ്റ്റ് അത് പ്രാവർത്തികമാക്കുക. നമ്മളെ വാക്കിനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര വാല്യൂ ഉണ്ട്. നോർമലി നമ്മളെ വാക്കുകൾക്ക് ഭയങ്കര വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വാക്കിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയുന്ന കാര്യം അത് പ്രവർത്തിക്കാനും കൂടി നമ്മൾ എന്താ പറയുക കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് തയ്യാറാവുക. അപ്പോൾ നമ്മളെ എന്താ പറയുക മെയിനായിട്ട് ഇതാണ് സെൽഫ് റെസ്പെക്റ്റും സെൽഫ് ലവുമാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. നമ്മൾ ഒരു സാധനം പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ നമ്മളെ തന്നെ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. മെയിനായിട്ട് നമ്മളെ തന്നെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളെ തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കുക, ഒരുപാട് യാത്ര പോവുക, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ കൂടുതലായിട്ട് ഇൻട്രാക്ഷൻ വരുത്തുക. നിങ്ങളായിട്ട് കുറച്ചും കൂടി ഇൻട്രാക്ഷൻ വരുത്തുക. ഓക്കെ, അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് കുറച്ചുകൂടി നല്ലൊരു പ്ലാനിങ്, നല്ലൊരു ബെസ്റ്റ് പ്ലാനിങ്ങിലൂടെ നല്ലൊരു
സംഭവം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം അന്നത്തെ കാര്യത്തിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞത് ജസ്റ്റ് വേറെ ഒന്നുമില്ല. പറയുമ്പോൾ എനിക്ക് തോന്നും ചെറിയ കാര്യമാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ലൈഫിൽ ചെറിയ രീതിയിലെങ്കിലും ഉപകാരപ്പെടുന്നു ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത സൺഡേ നല്ലൊരു ടോപ്പിക്കായിട്ട് നല്ലൊരു സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മുന്നോട്ട് പോകുന്നതാണ് പറയാനുള്ളത്. താങ്ക് യു ഗൈസ്.